ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL 5th March 2020 ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് ബ്യൂറോക്രസി ആണ്. കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് BUREAUCRACY. ഓക്കെ, നെക്സ്റ്റ് വേർഡ് റിക്രൂട്ട്മെൻ്റ് ആണ്. കറക്റ്റ് സ്പെല്ലിംഗ് RECRUITMENT ആണ്. ദെൻ റീഇംബേഴ്സ്മെൻ്റ് ആണ് ഇവിടെ കറക്റ്റ്ലി സ്പെല്ലായിട്ടുള്ള വേർഡ് REIMBURSCMENT. ദെൻ ഓപ്ഷൻ ഡി സർവൈലൻസ് ആണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് SURVEILLANCE. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. Select the appropriate meaning of the given idiom. To take the bull by the horns. Okay, to take the bull by the horns. It means to handle difficulties. Okay, so option D ആണ് correct answer. To take the bull by the horns means to handle difficulties. Question number 3. Given below are 4 jumbled sentences. Select the option that gives their correct order. ഓക്കെ, നമുക്ക് ആദ്യം ഈ 4 സെൻറ്റൻസസും വായിക്കാം. അതിൽ ഏതാണ് ഫസ്റ്റ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു ടോട്ടൽ മീനിങ് കിട്ടുന്ന ആ ഫസ്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുക. Although I had a fear of water, I thought it was an important skill I should learn. However, what I didn't realize was that it would also make me a more confident person. I also thought it would be a good exercise that would make me physically stronger. One of the hardest things I have had to do was to learn how to swim. Okay, അപ്പോൾ ഇവിടെ ഈ നറേറ്റർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വിമ്മിങ്ങിനെ പറ്റിയാണല്ലേ. ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഹൗ എങ്ങനെയാണ് സ്വിമ്മിങ് അയാളുടെ ഒരു ഇതിൽ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. വൺ ഓഫ് ദി ഹാർഡസ്റ്റ് തിങ്സ് ഐ ഹാവ് ഹാഡ് ടു ഡു വാസ് ടു ലേൺ ഹൗ ടു സ്വിം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ആ ഓപ്ഷൻ ഡിയിലുള്ള സെൻറ്റൻസ് തന്നെയാണ് ഈ പാസേജിൻ്റെ ഒരു ഓവറോൾ തീം പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയും വെട്ടാം, ഡിയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി സെക്കൻഡ് സെൻറ്റൻസ് എന്തായിരിക്കണം? Although I had a fear of water, I thought it was an important skill I should learn. ഓക്കെ, നറേറ്ററിൻ്റെ കാര്യത്തിൽ സ്വിമ്മിങ് ആണ് അയാൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഹാർഡസ്റ്റ് തിങ് എന്ന് പറയുന്നത് അല്ലേ. പുള്ളിക്ക് ആ ഒരു സ്വിമ്മിങ്, ഇഫ് ദോ ഹീസ് ഫിയർ ഓഫ് വാട്ടർ, ഹി തോട്ട് or he think that it is an important skill that he should learn. So he thought it would be a good exercise that would make me physically stronger. This is the third sentence. However, what I didn't realize was that it would also make me a more confident person. Okay, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഡി ഫസ്റ്റ് സെൻറ്റൻസ്, A second sentence, C third sentence, and fourth sentence is option B. Sorry, sentence B. Okay. Fourth question. Select the correctly spelled word. Definition correctly spelled ആണ്. Okay, DEFINITION. Next word competitor ആണ്. Its spelling is COMPETITOR. Okay, so option B wrongly spelled ആണ്. Then proliferate, PROLIFERATE. Option C beneficiary, BENEFICIARY. Okay, so here the correctly spelled word is definition. Question number 5. Select the correct synonym of the given word. Okay, erudite, it means learned. Okay, option A is the correct answer. Question number 6. Select the passive form of the given sentence. They are constructing a residential youth hostel.
നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, അതുപോലെ ഒബ്ജക്റ്റ് ഏതാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാസീവിലെ ആക്റ്റീവിലെ സബ്ജക്റ്റ് പാസീവിലെ ഒബ്ജക്റ്റ് ആവും, വേർബ് അതുപോലെ തന്നെ ദെൻ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക, ടെൻസിന് ചേഞ്ച് ഇല്ല. അപ്പം നമ്മൾ ഈ സെൻറ്റൻസിൽ ദേ ആർ കൺസ്ട്രക്റ്റിംഗ് എ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റലിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവിലാണ്. ദേ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ആർ കൺസ്ട്രക്റ്റിംഗ് എന്നുള്ളതാണ് വേർബ്, ദെൻ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റൽ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റൽ എന്നുള്ള സബ്ജക്റ്റ് ആവും, ഇവിടെ വേർബ് ആർ കൺസ്ട്രക്റ്റിംഗ് ആണ് അല്ലേ. ടെൻസ് ആർ കൺസ്ട്രക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. അപ്പോൾ അതിന് പാസീവ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റൽ അല്ലേ, ഇത് സിംഗുലർ ആണ്. ഓക്കെ, ഇത് സിംഗുലർ ആയ കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബും സിംഗുലറിലായിരിക്കണം. ഇവിടെ ആറ് വരാൻ കാരണം ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആറിന് പകരം എ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റൽ ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ്. V3 ഫോംസ് ആണല്ലേ. ഏതൊരു ആക്റ്റീവിനെയും പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V3 ഫോമിലേക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എ റെസിഡൻഷ്യൽ യൂത്ത് ഹോസ്റ്റൽ ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ് ബൈ ദം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, എ റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ് ബൈ ദം. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. Question number 7. In the following passage, some words have been deleted. Fill in the blanks with the help of the alternatives given. Select the most appropriate option for each blank. നമുക്ക് കോംപ്രഹെൻഷൻ വായിക്കാം, ഓരോ ബ്ലാങ്കും ഫിൽ ചെയ്ത് പോകാം. ഡ്രഗ് അഡിക്ഷൻ ഇസ് ദി കണ്ടിന്യൂഡ് യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡ്രഗ് ഡാഷ് harmful consequences. Okay, drug addiction is the continued use of a particular drug dash harmful consequences. ഒരു ഈവൻ ദോ അല്ലെങ്കിൽ ഓൾ ദോ എന്നൊരു മീനിങ് വരുന്നൊരു വേർഡാണ് നമ്മുടെ ആ ഒരു ഓപ്ഷനിൽ വരേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡിസ്പൈറ്റ് ആണ് കറക്റ്റ്ലി അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആവേണ്ട വേർഡ്. നെക്സ്റ്റ് ബ്ലാങ്ക് ഫിൽ ചെയ്യാം. ഡ്രഗ് അഡിക്ഷൻ not only affects an individual's health and relationship but also dash the society and the environment. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. impacts, reflects, reduces അല്ലേ. ഒരു ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ഓൺലി അഫക്ട് ദി ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ ഇറ്റ് അഫക്ട് ദി സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെൻറ്റ്. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആണ്. അടുത്ത ഫിൽ ചെയ്യാം. പ്രിവെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ക്യാൻ ബി പോസിബിൾ ബൈ ഡാഷ് ദ സെയിൽ വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, നമുക്ക് ഈ ഡ്രഗ്സിൻ്റെ ആ ഒരു വ്യാപനം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ബൈ റെസ്ട്രിക്റ്റിംഗ് ദെയർ സെയിൽ അല്ലേ. ആ സെയിൽ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ. സോ ഓപ്ഷൻ ബി റെസ്ട്രിക്റ്റഡ് ആണ് കറക്റ്റ്. Prevention of a particular list of drugs can be possible by prevention their sale അല്ലേ. ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽപ്പെട്ട ഡ്രഗ്സിൻ്റെ പ്രിവെൻഷൻ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ബൈ റെസ്ട്രിക്റ്റിംഗ് ദെയർ സെയിൽ വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. Drug addicts should be given proper medical treatment and dash facilities. Okay, ഡ്രഗ് അഡിക്ട്സിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കൊടുക്കണം, അതുപോലെ റീഹാബിലിറ്റേഷൻ അല്ലേ. ആ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു എനർജി ഒന്നും കൂടെ റീടേക്ക് ചെയ്യണം അല്ലേ, ഒന്നും കൂടെ നമ്മൾ റീസ്ട്രെങ്ത് ചെയ്യണം. സോ റീഹാബിലിറ്റേഷനാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത്. ഡ്രഗ് അഡിക്റ്റ് ഷുഡ് ബി ഗീവൻ പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് ബ്ലാങ്ക്. മോട്ടിവേഷണൽ ആൻഡ് അവയർനെസ് ക്യാമ്പ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ടു സ്കെയിൽ ഡൗൺ ദി കൺസംപ്ഷൻ. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തന്നെ പ്രപ്പോസിഷൻ ഏതാണ്? ഫോർ ആണോ, ഓഫ് ആണോ, ഫ്രം ആണോ, ബൈ? ഓപ്ഷൻ ബി ആണ് അല്ലേ. മോട്ടിവേഷണൽ ആൻഡ് അവയർനെസ് ക്യാമ്പ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ടു സ്കെയിൽ ഡൗൺ ദി കൺസംപ്ഷൻ ഓഫ് ഡ്രഗ്സ്. Question number 12. Select the correct antonym of the given word. ഓക്കെ, ആൻറ്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്.
അല്യൂർ എന്നാണ് വേർഡ്. ഓക്കെ, ഇറ്റ് മീൻസ് ഹൈലി ആൻഡ് പവർഫുള്ളി അട്രാക്റ്റീവ് എന്നൊരു മീനിങ് ആണ്. സോ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് റിപ്പൽസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. എ ലോങ് ആൻഡ് അഗ്രസീവ് സ്പീച്ച്. ഓക്കെ, എ ലോങ് ആൻഡ് അഗ്രസീവ് സ്പീച്ച് എന്നാണ് ഹാരങ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി എലക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള എന്താ ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിങ്ങിനാണ് നമ്മൾ എലക്വൻസി എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ സി പ്രൊലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെപ്പറേറ്റ് പാർട്ട് ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ അല്ലേ, ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിനെയാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്നത്. നമുക്ക് യൂഷ്വലി ഈ എന്തെങ്കിലും പ്ലേസ് ഒക്കെ കാണുമ്പോൾ അതിനൊരു പ്രൊലോഗ് ഉണ്ടാവും, അതൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ദെൻ ഓപ്ഷൻ ഡി ഡിസ്കഷൻ ആണ്. ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോൺവെർസേഷൻ എബൌട്ട് എ ടോപ്പിക്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. The school or college in which one has been educated. ഓക്കെ, നമ്മളതിനെ അൽമ മാറ്റർ എന്ന് പറയും. നമ്മുടെ അവിടുത്തെ നമ്മൾ പഴയ പഠിച്ച നമ്മുടെ ഫോമർ സ്കൂളിലെ സ്റ്റുഡൻസിനെ അലൂമിനി എന്ന് പറയും. ഓക്കെ, ദെൻ ഗ്രാജുവേറ്റ് എന്ന് വെച്ചാൽ ഹൈസ്കൂളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇതിനെ ഗ്രാജുവേറ്റ് എന്ന് പറയും. ദെൻ മെൻറ്റർ എന്ന് വെച്ചാൽ എന്താ, ഓക്കെ, ട്രസ്റ്റ്ഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് അഡ്വൈസറിനെയാണ് നമ്മൾ മെൻറ്റർ എന്ന് പറയുന്നത്. സോ ദ സ്കൂൾ ഓർ കോളേജ് ഇൻ വിച്ച് വൺ ഹാസ് ബീൻ എഡ്യൂക്കേറ്റഡ് ഇസ് എ അൽമ മാറ്റർ, ഇസ് എൻ അൽമ മാറ്റർ. ഓക്കെ, question number 15, given below are 4 jumbled sentences. Select the option that gives the correct order. നമുക്ക് ഓരോ സെൻറ്റൻസസ് വായിക്കാം. During the celebration, many people display a set of ornamental dolls known as Hina dolls. Hinamsuri is a celebration of the girls in Japan, wishing them a bright future. These royal-looking dolls are dressed in the clothing of a Heian period. These dolls represent the emperor, empress and other royal representatives. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ ഈ പാസേജ് പറഞ്ഞിരിക്കുന്ന സെലിബ്രേഷനെ പറ്റി, ആ സെലിബ്രേഷനിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഡോളിനെ പറ്റിയാണ് അല്ലേ. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. ബാക്കി എല്ലാത്തിലും ഡ്യൂറിങ്, ആദ്യം നമുക്ക് ഓപ്ഷൻ എ അല്ല സെൻറ്റൻസ് എ നോക്കി ദ സെലിബ്രേഷൻ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ ദസ് എന്ന് മീൻ ചെയ്യണത് ദ എന്ന ആർട്ടിക്കിൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ ആ സെലിബ്രേഷൻ എന്താണെന്ന് ആദ്യമേ സ്പെസിഫൈ ചെയ്തിട്ട് അത് കഴിഞ്ഞ് പറയുന്ന സെൻറ്റൻസ് ആയിരിക്കും ഈ സെൻറ്റൻസ് എ എന്ന് പറയണത്. ദെൻ ഓപ്ഷൻ ബി സെൻറ്റൻസ് ബി നോക്കി ഹിനാമത്സൂരി ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഗേൾസ് ഇൻ ജപ്പാൻ വിഷിംഗ് ദം എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അതൊരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. ഇനി സെൻറ്റൻസ് സി നോക്കി ദീസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ ഡിയും ദീസ് എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് അവിടെ ഏതൊരു ഡോളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെൻറ്റൻസ് ബി ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കണം. സോ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണതായിരിക്കണം നമ്മുടെ സെൻറ്റൻസ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എയും അല്ല, ബിയും അല്ല, സിയും അല്ല, ഡി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹിനാംസൂരി ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഗേൾസ് ഇൻ ജപ്പാൻ വിഷിംഗ് ദം എ ബ്രൈറ്റ് ഫ്യൂച്ചർ. During the celebration, many people display a set of ornamental dolls known as Hina dolls. These dolls represent the emperor, empress and other royal representatives. These royal-looking dolls are dressed in the clothing of Heian period. Okay, so option D ആണ് ഇവിടെ right. Question number 16. In the following and in the sentence, identify the segment which contains the grammatical error. Sentence വായിക്കാം. The old man did not wanted to eat any food. ഓക്കെ, നമുക്കറിയാം ഡിഡ് വരികയാണെങ്കിൽ അല്ലേ, ഡിഡോ അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡു വരികയാണെങ്കിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോമേ വരത്തുള്ളൂ. അപ്പോൾ വാണ്ടഡ് അല്ല വാണ്ട് ആണ് വരത്തുള്ളൂ. അപ്പോൾ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. ദ ഓൾഡ് മാൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് എനി ഫുഡ് എന്നുള്ളതാണ് കറക്റ്റ് സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. All students should express their dash views in the group discussion without any fear. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഔട്ട്സ്പോക്കൺ ആണ്. ഔട്ട്സ്പോക്കൺ മീൻ ചെയ്യുന്നത് എന്താണ്, ഫ്രാങ്ക് ഇൻ സ്റ്റേറ്റിംഗ് വൺസ് ഒപ്പീനിയൻ എന്നൊരു മീനിങ് ആണ് ഔട്ട്സ്പോക്കൺ ഉള്ളത്. ദെൻ ഗാർഡഡ് എന്താണെന്നറിയാം. ദെൻ കാൻഡിഡ് മീൻസ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ എന്നൊരു മീനിങ് ആണ് കാൻഡിഡിനുള്ളത്. സെക്ലൂഡഡ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ ഏതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലും നമ്മുടെ ഒപ്പീനിയൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലേ,
തുറന്ന് പറയണ ഒരു ഇതുണ്ടാവണം, അതുപോലെ തന്നെ അത് ട്രൂത്ത്ഫുള്ളും ആയിരിക്കണം. അപ്പോൾ ആ ഒരു മീനിങ് വന്നത് ഓപ്ഷൻ സി കാൻഡിഡ് ആണ്. Question number 18. Select the most appropriate word to fill in the blank. All his endeavors to win his teacher's favor proved dash and did not bring the desired results. Okay, അപ്പോൾ എ ഓപ്ഷൻ എ പെർപ്പച്വൽ ആണ്. പെർപ്പച്വൽ മീൻസ് നെവർ എൻഡിങ് ആണ്. ഓപ്ഷൻ ബി futile means pointless. Option C apparent means clearly visible. And option D prosperous means successful in മെറ്റീരിയൽ ടേംസ് എന്നൊരു മീനിങ് ആണ് പ്രോസ്പെറസിനുള്ളത്. സോ നമുക്കറിയാം സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓൾ ഹിസ് എൻജോയ്സ് ടു വിൻ ഹിസ് ടീച്ചേഴ്സ് ഫേവർ പ്രൂവ് ഡാഷ് ആൻഡ് ഡിഡ് നോട്ട് ബ്രിങ് ദ ഡിസൈഡ് റിസൾട്ട്. ടീച്ചറിനെ പ്രീതിപ്പെടുത്താനുള്ള ആ കുട്ടിയുടെ എല്ലാ പരിശ്രമവും എന്തായിപ്പോയി? ഫ്യൂട്ടൈൽ ആയിപ്പോയി അല്ലേ? അതുമാത്രമല്ല ഇറ്റ് ഡിഡ് നോട്ട് ബ്രിങ് എനി ഡിസൈഡ് റിസൾട്ട്സ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. Question number 19. In the sentence, identify the segments which contains the grammatical error. No less than 50 participants were present for the singing competition. നമുക്കറിയാം സെൻറ്റൻസ് സ്ട്രക്ചർ അനുസരിച്ച് നോ ലീസ്റ്റ് അല്ല, നോ ലെസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, നോ ലെസ് ദാൻ 50 പാർട്ടിസിപ്പൻസ് were present for the singing competition. സോ ഓപ്ഷൻ എ ആണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഭാഗം. Question number 20. Select the correct antonym of the given word. Okay, bizarre means unusual എന്നൊരു മീനിങ് ആണ് ബിസെയറിനുള്ളത്. സോ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് യൂഷ്വൽ ആണ്. Question number 21. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no improvement. Many students were not shortlisted for the personal interview. നമുക്കറിയാം മെനി എ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കണം അല്ലേ, സിംഗുലർ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ പ്ലൂറലാണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം വന്നു കാരണം മെനി ദ സ്റ്റുഡൻസ് എന്നായിരിക്കണം. ഓക്കെ, മെനി ഓഫ് ദ സ്റ്റുഡൻസ് വെയർ നോട്ട് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി പേഴ്സണൽ ഇൻ്റർവ്യൂ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. ഓക്കെ, many of the students were not shortlisted for the personal interview. Question number 22. Select the appropriate meaning of the given idiom. To flog a dead horse. It means to waste one's effort. So, option A ആണ് right. Question number 23. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no improvement. Sentence വായിക്കാം. When I was working in a software company, it was mandatory to register my legally as an authorized software developer. Okay. അപ്പോൾ രജിസ്റ്റർ മൈ ലീഗലി എന്നൊരു പാർട്ടിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ ലീഗലി എന്ന് വെച്ചാൽ അഡ്വേർബ് വെച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയിൽ ലീഗലാണ്, അപ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് റൈറ്റ്. ഓക്കെ, ഓപ്ഷൻ സി വരത്തില്ല, കാരണം ഇവിടെ റിഫ്ലക്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്, റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് വരേണ്ടത്, അല്ലാണ്ട് പൊസസീവ് പ്രോനൗൺ അല്ല. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. അതായത് ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ ലീഗലി എന്ന് പറയുന്ന ആഡ്വേർബ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മൈസെൽഫ് എന്ന് പറയുന്ന റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് വരേണ്ടത്, അല്ലാതെ പൊസസീവ് പ്രോനൗൺ അല്ല. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി രജിസ്റ്റർ മൈസെൽഫ് ലീഗലി എന്നുള്ളതാണ് റൈറ്റ് ഓപ്ഷൻ. Question number 24. Select the correct indirect form of the given sentence. ഓക്കെ, നമുക്കറിയാം ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് സ്പീച്ചിനകത്തുള്ള സബ്ജക്റ്റിന് ചേഞ്ച് വരുത്തുക, ടെൻസിന് ചേഞ്ച് വരുത്തുക. ഓക്കെ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇവിടെ നമുക്ക് സെൻറ്റൻസ് വായിക്കാം. ഹലോ, ഹി സെഡ് ടു ഹിസ് ഫ്രണ്ട്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. നമുക്കപ്പോൾ അറിയാം ഇതൊരു ഗ്രീറ്റിംഗ്സ് ആണല്ലേ. അങ്ങനെ വരുമ്പോൾ സിയിലാണ് ഗ്രീറ്റിംഗ്സ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഹി ഗ്രീറ്റഡ് ആസ് വെൽ as ഹി ആസ്ഡ്. ഹി ഗ്രീറ്റഡ് ഹിസ് ഫ്രണ്ട് ആൻഡ് ആസ്ഡ്. ഓക്കെ, വാട്ട് നമുക്കറിയാം, വാട്ട്
വന്നതിന് ശേഷം നമുക്കറിയാം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ജോയിനിങ് ക്ലോസ് അല്ലെങ്കിൽ കൺജങ്ഷൻ്റെ ആവശ്യമില്ല, WH തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വാട്ട് എന്ന് തുടങ്ങി വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ളത് വാട്ട് ഐ ചേഞ്ച് ചെയ്ത് എന്താവും ഹി. ഓക്കെ, വാട്ട് ഹി. ക്യാൻ എന്നുള്ളത് എന്താവും കുഡ് ആവും അല്ലേ. വാട്ട് ഹി കുഡ് ഡു ഫോർ ഹിം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ്. Question number 25. Select the correct synonym of the given word. Synonym ആണ് violent. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കൈൻഡ്, മൈൽഡ്, കാം, അഗ്രസീവ്. വയലൻറ്റിൻ്റെ സിനോണിം എന്ന് പറയുന്നത് അഗ്രസീവ് തന്നെയാണ്. സോ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് SSC CGL 5th March 2020 ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. ഇതിൻ്റെ ആൻസേഴ്സും ക്ലാരിഫിക്കേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. Thank you.